പുളിങ്കുരു മുഴുവനായിട്ട് കഴുകിയെടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ കുറച്ച് നേരം എടുത്തു വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിഞ്ഞാൽ കഴിച്ച് നോക്കൂ. സൂപ്പറായിട്ട്. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രസം വിനീത് കുമാർ. ഇന്ന് നമ്മൾ ഈ പുളിങ്കുരു ഉപയോഗിച്ച് ലഡു ഉണ്ടാക്കുന്നതാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പുളിങ്കുരു കൊണ്ട് എങ്ങനെ ലഡു ഉണ്ടാക്കുന്നത് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതുപോലെ വിറക് ഉപയോഗിച്ച് അടുപ്പ് കത്തിക്കുക. വിറകടുപ്പിൽ തന്നെ കത്തിക്കുന്നതായിരിക്കും ഉത്തമം. എന്നിട്ട് ചീനച്ചട്ടി വെച്ചതിന് ശേഷം നന്നായി ചൂടാക്കുക. അതിനുശേഷം പുളിങ്കുരു അതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴാണ് കറക്റ്റായിട്ട് അത് വേവുകയുള്ളൂ. അതായത് നമുക്കൊരു ചൂടായി കിട്ടും. കറക്റ്റ് എല്ലാ വശം ചൂടായി കിട്ടും. വേവ് ആയി തുടങ്ങിട്ടോ ഗൈസ്. ഉണ്ടോ പൊട്ടണുണ്ടോ? കണ്ട ഗൈസ്, പൊട്ടാൻ തുടങ്ങി. ഗൈസ് ഏകദേശം വേവായിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ എടുക്കുകയാണ്. ഗൈസ് അപ്പോൾ നമുക്കിത് വേവായോ നോക്കാം. ഒരിടത്ത് നോക്കാം. ഒരെടുത്തിട്ട് ഈ വെള്ളത്തിൽ മുക്കാം. അതിന് ശേഷം നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം ഗൈസ്. അപ്പോൾ വേവായിരിക്കുന്നു. അപ്പോൾ നമുക്ക് വെന്തിരിക്കണം. വേവായതുകൊണ്ട് ഓക്കെ ആയിട്ട്. അപ്പം ബാക്കി വീഡിയോയിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് വെള്ളം കുറച്ചെടുത്തതിന് ശേഷം ഈ പുളിങ്കുരു അതിലേക്ക് ഇടുകയാണ് ചെയ്യുക. കാരണം കുതിർത്തിയെടുക്കാൻ പോവാണ്. ഒരു 3 മണിക്കൂറെങ്കിലും ഇത് കുതിരെടുക്കും. കുതിർന്നതിന് ശേഷമാണ് നമ്മൾ ലഡു ഉണ്ടാക്കാൻ പോകുന്നത്. ഹായ് ഗൈസ്, അപ്പോൾ അങ്ങനെ 3 മണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പുളിങ്കുരു ചുട്ടത്. അപ്പോൾ നമ്മൾ ഇട്ട് വെച്ചതിന് ശേഷം ഇനിയുള്ള കാണിക്കാൻ പോകുന്നത് ഏകദേശം അത് കുതിർന്നു. കണ്ടോ, 3 മണിക്കൂർ ശേഷം കുതിർന്നുണ്ട്. ഇനി നമ്മൾ ഇതൊന്നും ഇങ്ങനെ പുളിങ്കുരു വേറെ എടുത്ത് എടുക്കുകയാണ്. എന്നിട്ട് അതിൽ ഒരു പാത്രത്തിലേക്ക് ഇടണം. കുതിർന്ന പുളിങ്കുരു നമ്മളൊരു പാത്രത്തിലേക്ക് ഇടുകയാണ്. ഏകദേശം നമ്മൾ ഇത് ഇറക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഏകദേശം നമ്മളിത് കഴുകിയെടുത്തു. ഇതൊന്നും കൂടി കഴുകണം ഗൈസ്. അപ്പോൾ ഏകദേശം നമ്മൾ 2-3 പ്രാവശ്യം കഴുകണം. ഇതേപോലെ പുളിങ്കുരു നല്ല വൃത്തിയിലെടുക്കണം. അപ്പോൾ ഏകദേശം നമ്മൾ പുളിങ്കുരു മുഴുവനായിട്ട് കഴുകിയെടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ മിക്സിയിലിട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ജാറിലേക്ക് ഇതാണ്.
ഏകദേശം അതിൽ ചെറിയൊരു നനവുണ്ടല്ലോ, വെള്ളം നനവ്, അത് മതി, വെള്ളം ഒഴിക്കണ്ട. അപ്പോൾ നമുക്ക് ലഡു ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാകും, വെള്ളം ഒഴിക്കാൻ പാടില്ല. എന്നിട്ട് നമ്മൾ അടിച്ചെടുക്കണം, അതിലധികം വെള്ളം ഒഴിക്കരുത്. ചെറിയൊരു നനവുണ്ടല്ലോ നമ്മൾ ആ കുതിർത്തിട്ടപ്പോൾ. ഇനി നമുക്ക് ജാറിട്ട് അടിച്ചിട്ട് എടുക്കണം. ഒന്നും കൂടി അത് പൊടിക്കാണ്ട്, ചെറുതായിട്ട് ഒന്നുകൂടി പൊടിയണം. ഗൈസ് ഏകദേശം അത് പൊടിഞ്ഞുണ്ട്, ഇത് മതി ഗൈസ്. അപ്പോൾ ഏകദേശം സെറ്റായിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യേണ്ട കാര്യങ്ങൾ വേറെ എടുക്കാൻ പോകണം. ഗൈസ് അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത പുളിങ്കുരിയാണത്. ഇതിൽ നമുക്ക് കുറച്ച് മിക്സിംഗ് ഉണ്ട്. ലേശം ശർക്കര വെള്ളം ഉണ്ടാക്കണം ഗൈസ്. അപ്പോൾ ഇത് പുളിങ്കുരു പൊടിച്ചെടുത്തത്, ഇത് ശർക്കര പാനി, ശർക്കര, അതുപോലെ നാളികേരം. ഇതും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം ഗൈസ്. അപ്പോൾ നമ്മളിതെല്ലാം കൂടി മിക്സ് ചെയ്യാൻ പോകണം. ആദ്യം നമ്മൾ ശർക്കര ഉരുക്കിയെടുത്തത് ഇതിൽ ഒഴിക്കാൻ പോകണം. അതിനുശേഷം ശർക്കര അരിഞ്ഞെടുത്തത്, അതിനുശേഷം നമ്മൾ നാളികേരം മുഴുവനായിട്ട് ഇതിലിടണം. എന്നിട്ട് നമ്മളതൊന്ന് ഇളക്കണം, മൊത്തത്തിലൊന്ന് അതേപോലെ ഇളക്കണം. നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അതുകൊണ്ട് ലഡു ഉണ്ടാക്കാൻ പോകണം. ചെറിയ രീതിയിൽ എടുക്കുക. ഗൈസ് അപ്പോൾ ഏകദേശം നമ്മളത് ലഡു പോലെ ആക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഇതുകൂടി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി ഇത് വേണമെങ്കിൽ അത് കുറച്ച് നേരം എടുത്തു വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിഞ്ഞാൽ കുറച്ച് സ്ട്രോങ് ആവും. അപ്പോൾ ഇങ്ങനെയും കഴിക്കാം, നേരെ മറിച്ച് ഇത് ഉരുട്ടാണ്ടും കഴിക്കാം, അങ്ങനെ ഉള്ളിൽ കഴിക്കാം ഗൈസ്. അപ്പോൾ പുളിങ്കുരു ലഡു റെഡി ആയിരിക്കുകയാണ്. അത് കഴിച്ചു നോക്കൂ. എന്താ ടേസ്റ്റ് ആയതുണ്ട്? വെറൈറ്റി ടേസ്റ്റ് ആയിട്ട് ശർക്കരയും തേങ്ങയും ഒരു മിക്സ് ആയിട്ടുള്ള ടേസ്റ്റ് പറഞ്ഞുതരാൻ പറ്റില്ല. അടിപൊളി ടേസ്റ്റ്. അപ്പൊ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു എപ്പിസോഡുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.